ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിൽ നമ്മൾ അടുക്കളയിലല്ല കുക്ക് ചെയ്യുന്നത്, പുറത്താണ്. അപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചിക്കൻ ചുടാന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇതാ ലിയമോളുണ്ട്. ഇവളെന്റെ ഇത്താത്താന്റെ മോളാണ്. അപ്പൊ ഇവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ, എങ്ങനെ അതിന്റെ റെസിപ്പി എന്നൊക്കെ നമുക്ക് കണ്ടുനോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ചിക്കൻ മസാല ആക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും, അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പിലയും, അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരുമാണ് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ട മസാലപ്പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഏകദേശം ഒരു 2 കിലോനോളം വരുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരച്ചെടുക്കുന്ന സമയത്ത് തൈര് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ മസാല തേക്കുന്ന സമയത്ത് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ടാവും, കാരണം എനിക്ക് നല്ല മൂക്കടപ്പുണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം മസാലാക്കി വെച്ചു. നമുക്ക് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും മസാലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കിട്ടാൻ വൈകിയതുകൊണ്ട് അത്രയും നേരം എടുത്തത്. അപ്പോൾ ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കണലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താത്താടെ മോനെ നീബു ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കണലൊക്കെ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു കേട്ടോ. ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ചത്. അപ്പോൾ അത് കണലായി വരാൻ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കുന്ന സമയത്ത് ഇവിടെ കുട്ടികൾ അതേപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. ചിക്കനൊക്കെ വെച്ചിട്ട് ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് കല്ലൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കാണാൻ നല്ല രസമായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മൾ അത് മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ 10 മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്കിടെ മറിച്ച് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിന് കണൽ വീശുന്ന പണി നിബൂനായിരുന്നു കേട്ടോ. അവനത് നന്നായിട്ട് വീശി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ രുചി എക്സ്പ്രസ് എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ചുടുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ ലിയമോളും അതുപോലെ തന്നെ ഇത്താത്തയും ചപ്പാത്തി ചുടുന്ന തിരക്കിലായിരുന്നു. കൂടെ ഹമ്മൂസും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് ചിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 7:15 ആയി അത് റെഡിയായി കിട്ടിയപ്പോഴേക്കും. ഏകദേശം 3/4 മണിക്കൂറെല്ലാം എടുത്തു. രാത്രി ആയപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കണലൊക്കെ കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മസാല നമ്മൾ എത്ര മണിക്കൂർ കൂടുതൽ വെക്കുന്നു അത്രയും നമ്മുടെ ചിക്കന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലിയമോൾ റിച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ രുചി വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്